ഹലോ മക്കളെ, എജുമി എൻവൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹിസ്റ്ററിയുടെ എക്സാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. കഴിഞ്ഞ നവംബർ 6 നടത്താനിരുന്ന എക്സാം അത് മാറ്റിവെച്ച് അതിന്റെ പുതിയ ഡേറ്റ് വന്നിട്ടുണ്ട്. ഡിസംബർ 2 അതിന്റെ പുതിയ ഡേറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഡിസംബർ 2 2:30 മുതൽ 5:30 വരെ സമയങ്ങളിൽ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ എക്സാം നടക്കും എന്നുള്ള ഒരു വാർത്ത കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. കൂടെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ആണ്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഇതിൽ കൃത്യമായിട്ട് തന്നെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് നാഷണലിസം അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞ ടോപ്പിക്. ആ ടോപ്പിക്കിൽ വരുന്നൊരു ടോപ്പിക്കാണ് നാഷണലിസം എന്ന ടോപ്പിക്. അപ്പൊ ഹിസ്റ്ററിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നാഷണലിസം എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ് നാഷണലിസം എന്നാണ് ഇതിൽ പറയുന്നത്. നാഷണലിസം ഈസ് ദ ഫീലിംഗ് ഓഫ് ലവ്, ലോയാലിറ്റി ആൻഡ് പ്രൈഡ് ടുവാർഡ്സ് വൺ നേഷൻ അല്ലെ. ഒരു രാജ്യത്തോട് ഒരാൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങൾക്ക് തോന്നുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹം, അഭിമാനം എന്നതിനൊക്കെയാണ് അതിനാണ് നാഷണലിസം എന്ന് പറയുന്നത്. ദേശസ്നേഹം, വിശ്വസ്തത, അഭിമാനം എന്നിവയാണ് ദേശീയത അല്ലെ. ഇറ്റ് യുണൈറ്റ്സ് പീപ്പിൾ ത്രൂ കോമൺ കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് ഹിസ്റ്ററി അല്ലെ. ഒരു രാജ്യത്തിലുള്ള ആളുകളുടെ ചിലപ്പം ഭൂരിഭാഗം ജനങ്ങളുടെയും ലാംഗ്വേജ് സെയിം ആയിരിക്കും, ഭാഷ സെയിം ആയിരിക്കും, ഹിസ്റ്ററി സെയിം ആയിരിക്കും, അവിടുത്തെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ സെയിം ആയിരിക്കും. അതേപോലെ തന്നെ കോമൺ കൾച്ചർ ആയിരിക്കും അല്ലെ. അവിടുത്തെ ജനങ്ങൾക്ക് ഒരേ മാതിരിയുള്ള സംസ്കാരമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് അവിടുത്തെ ജനങ്ങളെ അവിടെ ഒന്നിപ്പിക്കും എന്നുള്ളതാണ്. ഇറ്റ് ക്രിയേറ്റ്സ് എ ഷെയർഡ് ഐഡന്റിറ്റി ആൻഡ് മോട്ടിവേറ്റ്സ് പീപ്പിൾ ടു വർക്ക് നാഷണൽ പ്രോഗ്രസ് അല്ലെ. ഇത്തരം കാര്യങ്ങൾ തന്നെ അവിടുത്തെ ജനങ്ങളെ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ താല്പര്യരാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അപ്പൊ ഇവിടെ ഞാൻ മലയാളം എഴുതി ചേർത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് രണ്ടാമത്തെ ചോദ്യം? വാട്ട് വർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ അല്ലെ. എന്താണ് നാഷണലിസം എന്ന് നമ്മൾ പറഞ്ഞു, ചർച്ച ചെയ്തു. ഇനി ഈ നാഷണലിസം വളരാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ പ്രചരിച്ച അല്ലെങ്കിൽ ഇന്ത്യയിൽ കാരണമായിട്ടുള്ള ചില കാരണങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. നോക്കാം. ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് അൺഫെയർ പോളിസീസ് ക്രിയേറ്റഡ് വൈഡ് സ്പ്രെഡ് റിസെന്റ്മെന്റ് അല്ലേ. നമുക്കറിയാം, ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. അവര് ഒരുപാട് രൂപത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണങ്ങൾ ഇന്ത്യക്കാരെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അത് ഇന്ത്യക്കാരായ ജനങ്ങൾക്ക് വല്ലാതെ അസംതൃപ്തി ഉണ്ടാക്കിയത്. ബ്രിട്ടീഷ് ചൂഷണവും അനീതി നിറഞ്ഞ നയങ്ങളും ജനങ്ങളിൽ അസന്തോഷം വളർത്തി. ആധുനിക വിദ്യാഭ്യാസം, സ്വാതന്ത്ര്യവും സമത്വവും പോലുള്ള ആശയങ്ങൾ നൽകിയ പത്രങ്ങൾ, പരിസ്ഥിതി സംഘടന എന്നിവ വ്യാപിച്ചു. ഇതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണ് നാഷണലിസം വളർത്താനുള്ള കാരണം? ഇതേപോലുള്ള റിഫോമേഴ്സ്, ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിട്ട് ചില അനീതിക്കെതിരെ പോരാടി. അപ്പൊ ആ കാര്യങ്ങൾ, അതേപോലെ ന്യൂസ് പേപ്പേഴ്സ്, ഓരോ പത്രങ്ങളിലും ഓരോ വാർത്തകൾ വരുമല്ലോ. ആ വാർത്തകൾ കണ്ടിട്ട് ആളുകൾ എന്ത് ചെയ്യാണ്, നാഷണലിസം എന്നുള്ള അല്ലെങ്കിൽ ദേശത്തോടുള്ള സ്നേഹം എന്നുള്ള ഒറ്റ തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ് ഉണ്ടായത്. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് പ്രിന്റ് മീഡിയ ഹെൽപ് ഡെവലപ്പ് നാഷണലിസം. എങ്ങനെയാണ് പ്രിന്റ് മീഡിയ, അതായത് ന്യൂസ് പേപ്പേഴ്സ്, വാരികകള്, മാസികകൾ, ഇതൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ പുസ്തകങ്ങള്, ഇതൊക്കെ എങ്ങനെയാണ് നാഷണലിസത്തെ വളർത്തിയത് എന്നാണ്. ഡെവലപ്പ് നാഷണലിസം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാരണം തന്നെയാണ് അല്ലെ. പത്രങ്ങളിലൂടെ ജനങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടും അല്ലെ. അവിടെ ഒരു അനീതി നടന്നാൽ, ഒരു സ്ഥലത്ത് ഒരു അനീതി നടന്നാൽ അത് പത്രങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്താണ്. അപ്പൊ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ, ഇതൊന്നായിട്ട് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അവരെന്ത് ചെയ്യും, അവരൊന്ന് ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ തീരുമാനിച്ചു കണ്ട് അങ്ങനെ അവര് ഒന്നിച്ച് നാഷണലിസം അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ളത് ഞങ്ങളുടെ രാജ്യമാണെന്നുള്ളൊരു മനോഭാവത്തിലേക്ക് അവർ എത്തുകയാണ് ഉണ്ടായത്. അതാണ് ഇവിടെ പറഞ്ഞത്. ന്യൂസ് പേപ്പേഴ്സ് ഇൻഫോംഡ് പീപ്പിൾ അബൌട്ട് പൊളിറ്റിക്കൽ ഇവന്റ്സ് അല്ലെ. ഓരോ രാഷ്ട്രീയപരമായിട്ടുള്ള ഇവന്റ്സിനെ കുറിച്ചിട്ടും സംഭവങ്ങളെ കുറിച്ചിട്ടും അവരെ അറിയിക്കുന്നുണ്ട് ന്യൂസ് പേപ്പേഴ്സ്. അതേപോലെ തന്നെ ഇൻജസ്റ്റിസ്, ഓരോ അനീതിയുള്ള പ്രവർത്തികളും അവരറിയിക്കുന്നുണ്ട്. അങ്ങനെ ദേ കണക്റ്റഡ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് റീജിയൻസ് അല്ലെ. മറ്റുള്ള വ്യത്യസ്ത നാടുകളിലെ ജനങ്ങളെ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അവർ ഒരുമിച്ച് കൂടുകയാണ്. ഇങ്ങനെയാണ് പ്രിന്റ് മീഡിയ നാഷണലിസം വളർത്തുന്നത് എന്നുള്ളതാണ് ഇതിനുത്തരം. അതേപോലെ അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് ദ റോൾ ഓഫ് കൾച്ചർ ഇൻ നാഷണലിസം. നാഷണലിസത്തില് കൾച്ചർ, സംസ്കാരത്തിന്റെ റോൾ എന്താണ്, പങ്ക് എന്താണെന്നുള്ളതാണ് ചോദിച്ചത്. നാഷണലിസത്തില്, ദേശീയതയിലെ സംസ്കാരത്തിന്റെ പങ്ക് എന്താണെന്ന് ചോദിച്ചത്. ഇതാ നോക്കിക്കോളെ.
കോമൺ കൾച്ചർ, സിംബൽസ്, സോങ്സ്, ട്രഡീഷൻസ് സ്ട്രെങ്തൻ ദ നാഷണൽ ഐഡന്റിറ്റി. അല്ലേ, ഒരു ടീമിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഒരേ രൂപത്തിലുള്ള കൾച്ചർ ഉണ്ടാവുക, സംസ്കാരം ഉണ്ടാവുക, അതേപോലത്തെ ഒരേ രൂപത്തിലുള്ള പാട്ടുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ സിംബൽസ്, ചിഹ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരേ രൂപത്തിലുള്ള പരമ്പരാഗത ആചാരങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെ ആ നാഷണലിലുള്ള അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ആളുകളുടെ ഐഡന്റിറ്റിയെ, വ്യക്തിഗതയെ അത് വളർത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദേ ഹെൽപ്പ് പീപ്പിൾ ഫീൽ ഇമോഷണലി കണക്റ്റഡ് ടു ദ നാഷൻ. അല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരേ ഭാഷ സംസാരിക്കുമ്പോൾ ജനങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഒരേ ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഒരു നേഷന്റെ കീഴിലുള്ള ആളുകളാണെന്നുള്ള തോന്നൽ വരികയും അങ്ങനെയാണ് ആ കൾച്ചർ അല്ലെങ്കിൽ അവർ രൂപപ്പെടുന്ന അല്ലെങ്കിൽ അവർക്കുള്ള അവരുടെ സംസ്കാരം നാഷണലിസത്തിന് വളർച്ചയായി മാറുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അഞ്ചാമത്തെ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൾച്ചറൽ നാഷണലിസം ആൻഡ് പൊളിറ്റിക്കൽ നാഷണലിസം? നാഷണലിസം രണ്ട് തരമുണ്ട്, കൾച്ചറൽ നാഷണലിസം ഉണ്ട്, പൊളിറ്റിക്കൽ നാഷണലിസം ഉണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് ചോദ്യം. കൾച്ചറൽ നാഷണലിസം ഇസ് ബേസ്ഡ് ഓൺ ഷെയർഡ് ഹെറിറ്റേജ്, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്. കൾച്ചറൽ നാഷണലിസത്തിൽ എന്താ ഉണ്ടാവുക? സാംസ്കാരിക ദേശീയതയിൽ അവിടെ ആളുകൾ ഹെറിറ്റേജ്, അവരുടെ പാരമ്പര്യ കാര്യങ്ങൾ, ആചാരങ്ങളായിരിക്കും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ അവരുടെ പാരമ്പര്യമായിട്ടുള്ള ആചാരങ്ങളും പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ചില കാര്യങ്ങളും അല്ലെങ്കിൽ വേഷങ്ങള്, ഭാഷകള്, അതായിരിക്കും അവിടെ ഷെയർ ചെയ്യുക. അതാണ് കൾച്ചറൽ നാഷണലിസം പറഞ്ഞാൽ. അത് അങ്ങനെയാണ് നാഷണലിസ്റ്റ് കൾച്ചറായിട്ട് വളർത്തുന്നത്. ഈ പൊളിറ്റിക്കൽ നാഷണലിസം ഫോക്കസ് ഓൺ അച്ചീവിങ് ഫ്രീഡം, റൈറ്റ്സ് ആൻഡ് സെൽഫ് റൂൾ. അല്ലേ, പൊളിറ്റിക്കൽ നാഷണലിസം എന്ന് പറയുമ്പോൾ രാജ്യത്ത് ഓരോ പൗരനും അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇന്ന പൗരന്, ഇന്ന ആൾക്ക് ഇന്ന അവകാശമുണ്ട്, എ എന്ന വ്യക്തിക്ക് ഇന്ന അവകാശമുണ്ട്, അപ്പൊ ബി എന്ന വ്യക്തിക്കും അതേ അവകാശം വേണ്ടേ എന്ന് ഉയർത്തുന്ന ശബ്ദങ്ങളെയാണ് പൊളിറ്റിക്കൽ നാഷണലിസം എന്ന് പറയുന്നത്. അത് രണ്ടും എന്ത് ചെയ്യുന്നത്? ബോത്ത് വർക്ക് ടുഗദർ ബിൽഡ് സ്ട്രോങ് നാഷണൽ മൂവ്മെന്റ്. അല്ലെ, ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു ദേശീയ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഇത് രണ്ടും വ്യക്തമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഹൗ ഡിഡ് ദ നാഷണൽ മൂവ്മെന്റ് കോൺട്രിബ്യൂട്ട് ടു ദ ഡെമോക്രസി? അല്ലേ, ജനാധിപത്യത്തിന് നാഷണൽ മൂവ്മെന്റ് എന്തൊക്കെയാണ് സംഭാവന ചെയ്തിട്ടുള്ളതാണ് ചോദ്യം. ദ മൂവ്മെന്റ് ടോട്ട് പീപ്പിൾ അബൌട്ട് റൈറ്റ്സ്. അല്ലേ, നാഷണൽ മൂവ്മെന്റ് ജനങ്ങൾക്ക് റൈറ്റ്സിനെ കുറിച്ച്, അവകാശങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു. അതേപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ, അല്ലെ, റെപ്രസെന്റേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. അല്ലെ, ഭരണകർത്താക്കളിൽ നിങ്ങൾ റെപ്രസെന്റ് ആവണം, നിങ്ങൾ പ്രതിനിധിയാകണം എന്ന് പഠിപ്പിച്ചു. ലീഡേഴ്സ് എൻകറേജ്ഡ് മാസ് ഇൻവോൾവ്മെന്റ് ഇൻ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്. അല്ലെ, ഓരോ നേതാക്കന്മാരും ഓരോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ നിരന്തരം ഇടപെടണമെന്ന് അനുയായികളോട് പറഞ്ഞു. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലെ, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിലൂടെ ഡെമോക്രസി, ജനാധിപത്യത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു ചോദ്യം. വാട്ട് ഡെമോക്രാറ്റിക് ഐഡിയാസ് ഡിഡ് മഹാത്മാഗാന്ധി പ്രൊമോട്ട്? അല്ലെ, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഏത് തരത്തിലുള്ള ജനാധിപത്യ ഐഡിയകളാണ് പ്രൊമോട്ട് ചെയ്തത്, പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ് ചോദ്യം. ഗാന്ധി അഹിംസ, സമത്വം, സത്യം, ജനപങ്കാളിത്തം എന്നിവയാണ് ഗാന്ധിജി ഉന്നയിച്ചത്. ഇത്തരം കാര്യങ്ങളാണ്. അതായത് ഗാന്ധി പ്രൊമോട്ടഡ് നോൺ വയലൻസ് എന്ന് പറയുമ്പോൾ അഹിംസ. അല്ലെ, ഹിംസാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പക്കൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയല്ല നിങ്ങൾ പ്രതിരോധം ചെയ്യേണ്ടതാണ് ഗാന്ധിജി പറയുന്നത്. അതേപോലെ തന്നെ ഇക്വാലിറ്റി, എല്ലാവരും ഒരേ തുല്യാവകാശം ലഭിക്കണമെന്നുള്ള സത്യം മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ള. അതേപോലെ തന്നെ ഹി ബിലീവ്ഡ് പവർ, അല്ലെ, ഷുഡ് കം ഫ്രം ദ പീപ്പിൾ നോട്ട് റൂളേഴ്സ്. ഭരണാധികാരികളിൽ നിന്നല്ല പവർ വരുന്നത്, മറിച്ച് ജനങ്ങളുടെ അടുക്കൽ നിന്നാണ് പവർ വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് ഹിസ് ഐഡിയാസ് ഷേപ്ഡ് ഇന്ത്യസ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. അല്ലെ, ഇന്ത്യയുടെ ജനാധിപത്യ സ്ഥാപനത്തിന് അദ്ദേഹത്തിന്റെ ഐഡിയ വളരെ അധികം തന്നെ ഷേപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അവസാനത്തെ ഒരു ചോദ്യം. എന്താണ് ചോദ്യം? വാട്ട് വെർ ദ മേജർ അച്ചീവ്മെന്റ്സ് ഓഫ് നാഷണൽ മൂവ്മെന്റ് ഫോർ ഇന്ത്യൻ ഡെമോക്രസി? അല്ലെ, ഇന്ത്യൻ ഡെമോക്രസിയിലെ നാഷണൽ മൂവ്മെന്റിലൂടെ ലഭിച്ച മേജർ അച്ചീവ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ്. അതാണ് നാഷണൽ മൂവ്മെന്റ് ഉണ്ടാകുന്നതോടുകൂടെ ഇറ്റ് യുണൈറ്റഡ് പീപ്പിൾ അക്രോസ്
കാസ്റ്റ്, റിലീജിയൻ ആൻഡ് റീജിയൻ അല്ലെ. അതേപോലെ തന്നെ മതം, ദേശവും മതവും ഒന്നും വ്യത്യാസമില്ലാതെ, ജാതി ഒന്നും വ്യത്യാസമില്ലാതെ ആളുകളെ യുണൈറ്റ് ചെയ്തു ഒന്നാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ഓരോ നാഷണൽ മൂവ്മെന്റിലൂടെയും സാധിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്രിയേറ്റഡ് അവയർനെസ് അല്ലെ, അതേപോലെ തന്നെ ബോധവൽക്കരണം ഉണ്ടായി. എന്തിനെ കുറിച്ച്? അബൌട്ട് റൈറ്റ്സ് ആൻഡ് ഫ്രീഡം അല്ലെ, അവകാശങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ സ്വാതന്ത്ര്യത്തെ കുറിച്ചും ചില ബോധവൽക്കരണം ഈ നാഷണൽ മൂവ്മെന്റിലൂടെ, ദേശീയ മൂവ്മെന്റിലൂടെ ലഭിക്കുകയുണ്ടായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇറ്റ് ഡിമാൻഡഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഗ്യാരണ്ടീഡ് ഈക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് അല്ലെ, നീതിയും അതേപോലെ തന്നെ തുല്യതയും ഉറപ്പാക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിലൂടെ നമുക്ക് ലഭിച്ചു എന്നുള്ളതും കൂടിയാണ് ഏറ്റവും കൂടുതൽ വലിയൊരു അച്ചീവ്മെന്റ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ 8 ചോദ്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പാർട്ട് 2 അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് വരേക്കും